ബഷീർ അവൻ്റെ ഭാര്യയായ ഷെഹലക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം എന്ന് കരുതിയാണ് ഇത്തവണ ഗൾഫിൽ നിന്ന് ഒന്നും പറയാതെ വന്നത്. പക്ഷേ അവൻ വിചാരിച്ചതൊന്നുമല്ല അന്നുണ്ടായത്. വലിയൊരു പണിയാണ് അവന് കിട്ടിയത്. അവൻ അവരുടെ വീട്ടിലെത്തിയപ്പോൾ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഉള്ളിലേക്ക് കയറാൻ നോക്കിയപ്പോൾ ഡോറ് ലോക്ക് ചെയ്തിരിക്കുന്നു. അവളിപ്പോൾ വരുന്നുണ്ടാവും, എന്തായാലും പുറത്ത് കാത്തിരിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ പുറത്തിരുന്നു. എന്നും ഗൾഫേരുടെ ജീവിതമൊക്കെ പുറത്തന്നെയാണല്ലോ. കുറേ കഴിഞ്ഞിട്ടും അവൾ വന്നില്ല. അവൻ അവളെ വിളിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അവൻ്റെ ഫോണിൽ ഗൾഫിലെ സിമ്മായിരുന്നു. അപ്പോൾ ഇനി അതും രക്ഷയില്ല. ഇത്രയും ദൂരം യാത്ര ചെയ്ത ക്ഷീണവും ഭക്ഷണം കഴിക്കാത്ത തളർച്ചയും നന്നായിട്ട് അവനുണ്ടായിരുന്നു. ഓരോരുത്തർ കൊടുക്കുന്ന സർപ്രൈസ് കണ്ടിട്ട് എന്നാ ഞാനും ഒന്ന് ചെയ്തു നോക്കാം എന്ന് കരുതി ചെയ്തു നോക്കിയതാ. വൈകുന്നേരമായി, എന്നിട്ടും ഷെഹല വന്നില്ല. ഇവളിത് എവിടെ പോയതാ? ഇതാലോചിച്ചും കൊണ്ടിരിക്കുമ്പോഴാണ് മതിലിൻ്റെ മുകളിൽ ഒരു തല കണ്ടത്. അടുത്ത വീട്ടിലെ ഖദീജുമ്മ ആയിരുന്നു അത്. ചെറുക്കാജ് ഗൾഫിൽ നിന്ന് വന്നോ? അല്ല, അജെന്താ പുറത്തിരിക്കണേ? ഞാനിതാ ഇന്നിപ്പോൾ വന്ന് കയറിയുള്ളൂ. ഓള് പുറത്തു പോയിക്കാ തോന്നുന്നു. ഇവിടെ വാതിലൊക്കെ പൂട്ടിയിരിക്കുക. അപ്പോൾ ഈ ഓളോട് വരുന്ന വിവരമൊന്നും പറഞ്ഞിരുന്നില്ലേ? ബഷീർ സർപ്രൈസിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല. എന്തിനാ വെറുതെ ഓരുടെ മുന്നിൽ നാണം കെടണ്? അവൻ മൂളി. പക്ഷേ അതവനക്ക് വലിയൊരു പണിയായി. അവൻ മൂളിയതിന് ഖദീജുമ്മയും ഒന്ന് കട്ടി കൂട്ടി മൂളിക്കൊടുത്തു. ഈ ഇവിടെ നിൽക്ക് ചെങ്ങായേ, ഞാൻ എൻ്റെ ഫോൺ എടുത്തിട്ട് വരാം. ഖദീജുമ്മ വീടിൻ്റെ ഉള്ളിൽ നിന്ന് അവരുടെ ഫോൺ എടുത്തു വന്നു. എടാ ചെറുക്കാ, ജോളെ നമ്പർ ഇങ്ങോട്ട് തന്നാ. ബഷീർ നമ്പർ പറഞ്ഞു കൊടുത്തു. ഒരു 2-3 തവണ വിളിച്ചു നോക്കി. പക്ഷേ അവൾ ഫോൺ എടുത്തില്ല. ഖദീജുമ്മ അവനെ ഒരു നോട്ടം നോക്കി. ഓളെ ഫോണ് ഓഫാണല്ലോടാ. അത് ഓളുടെ ഫോണിൻ്റെ ചാർജ് തീർന്നു പോയതേർക്കും, ബഷീർ പറഞ്ഞു. ഓഫായി പോയതന്നെ ആയിരിക്കുംല്ലേ? ഖദീജുമ്മ ഒരു സംശയത്തോടെ ചോദിച്ചു. അതെന്താ ഖദീജുമ്മ അങ്ങനൊരു വർത്താനങ്ങൾക്ക്? അല്ല ബഷീറെ, ഇജ് വരുന്നറിഞ്ഞിട്ട് ഓളി പണി കാട്ടിയാലോ? പിന്നെ എപ്പത്തെ കാലല്ലേ, ഒന്നും പറയാൻ പറ്റൂലേ. ഇച്ച് വേണ്ടാത്തൊന്നും ആ കുട്ടീനോട് പറയണ്ട. ഇത്രയും ദൂരെ വന്നിട്ട് ഓനോട് ഈ വർത്താനാ പറയണേ? ഖദീജുമ്മാൻ്റെ ഭർത്താവ് അലിക്ക വീടിൻ്റെ ഉമ്മറത്തേക്ക് വന്ന് പറഞ്ഞു. ഖദീജുമ്മ ഇടവഴിയിലേക്ക് നോക്കി നീട്ടി വിളിച്ചു. കൂയ് ആമിന, ഇച്ച് തെങ്ങട്ടാ, ഇങ്ങോട്ടൊന്ന് വന്നജ്. വിളി കേട്ട് ആമിന വീടിൻ്റെ ഗേറ്റ് തള്ളി വന്നു. വന്ന പാടെ ഖദീജുമ്മ ആമിനയോട് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു. ഒരു തുള്ളി വിടാതെ എല്ലാം വിളമ്പിക്കൊടുത്തു. ഖദീജുമ്മ പറഞ്ഞ് നിർത്തിയ പാടെ ആമിന കോലായിൽ കയറി ഒരു പോലീസുകാരൻ്റെ സൂക്ഷ്മതയോടെ ഒക്കെ അടിച്ചു പൊറുക്കി. ആമിനത്താത്ത എന്താണ് തിരയുന്നതെന്ന് ആദ്യം ബഷീറിന് മനസ്സിലായില്ല. പിന്നെ അവന് മനസ്സിലായി ചാവി ആയിരിക്കുമെന്ന്. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അവിടെ ഒന്നും തപ്പിയിട്ട് കാര്യമില്ല. 1-2 തവണ ഞാൻ എന്നെ നോക്കിയതാ, അവിടെ ഒന്നും ചാവിയില്ല. ആമിനത്താത്ത കുറച്ച് സമയം കൂടെ അവിടെ മണം പിടിച്ച് നടന്നു. പിന്നെ നിരാശയോടെ പുറത്തിറങ്ങി മെല്ലെ പറഞ്ഞു, അല്ല ഖദീജുമ്മ, ഞാനൊന്ന് തപ്പി നോക്കിയതാ. വല്ല കത്തും എഴുതി വെച്ചിട്ടാണ് അവൾ പോയതെങ്കിലോ? ഇജ് അതും ഇതൊന്നും പറയണ്ട ആമിന, ആ ചെക്കന് വേജാറാവും. ഇജ് പത്രമൊന്നും വായിക്കാറില്ല ഖദീജേ. അതൊക്കെ ശരിയാണ്, പിന്നെ ഞാൻ കുറ്റം പറയാണെന്ന് വിചാരിക്കല്ലേ ബഷീറെ. കുറച്ച് കാലായിട്ടേ ഓൾക്ക് ഫോൺ വിളി ഭയങ്കര കൂടുതലാ. അവിടെ ഇവിടെയും പതുങ്ങി നിന്നിട്ട് ഓളിങ്ങനെ കുറുന്ന് സംസാരിക്കണ കേൾക്കാം. ബഷീർ ഒന്ന് മൂളിക്കൊടുത്തു. ഓള് പർദ്ദൊക്കെ മാറ്റിയിട്ട് സാരിയാക്കി. ഇപ്പോൾ അതാ അത് ചുരിദാറാക്കി. അപ്പോളേ എനിക്ക് തോന്നിയതാ എന്തോ ഒരു പന്തികേടുണ്ട് എന്ന്. ഓല ഇഷ്ടത്തിന് വിട്ടാലേ ഇതേപോലെ പണി കിട്ടും. ആമിനത്താത്ത അറിഞ്ഞോ അറിയാതെയോ പെട്ടെന്ന് പറഞ്ഞു. അത് കൊള്ളാലോ ആമിനത്താത്ത, എനിക്ക് പണി കിട്ടിയെന്നാണോ നിങ്ങൾ പറയണത്? ഞാൻ എനിക്ക് തോന്നിയത് പറഞ്ഞെന്നുള്ളൂ. ആമിനത്താത്ത കൈ മലർത്തിക്കൊണ്ട് പറഞ്ഞു. ഇങ്ങക്ക് തോന്നിയതൊക്കെയാണല്ലോ നിങ്ങളിങ്ങനെ വിളിച്ചുകൊണ്ട് പറയുന്നത്. അതല്ല ബഷീറെ, പെണ്ണുങ്ങൾക്കേ കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്താൽ അവരിതേപോലെ തലയിൽ കയറി നിരങ്ങും. ഇങ്ങക്ക് പിടിച്ചാൽ കിട്ടൂല. ബഷീറിൻ്റെ ക്ഷമ കെട്ട് തുടങ്ങി. ഞാനേ നിങ്ങളോട് 2ആളോടുമായിട്ടൊരു കാര്യം പറയാം. പോയത് എൻ്റെ ഭാര്യയാണ്. ബഷീർ അത് പറഞ്ഞു തീരുന്നതിന് മുന്നേ പുറത്തൊരു ഓട്ടോറിക്ഷ വന്നു. അതിൽ നിന്ന് ഷെഹല പുറത്തിറങ്ങി ഓട്ടോ ഡ്രൈവറിന് കാശ് കൊടുത്തു. തിരിച്ചവൾ ഞങ്ങളെ നോക്കി. പെട്ടെന്ന് അവൾ അത്ഭുതപ്പെട്ട് മുഖം പൊത്തി സന്തോഷത്തോടെ ബഷീറിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവൾ പരിസരം മറന്ന് സന്തോഷം കൊണ്ട് ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ബഷീറിനത് വ്യക്തമായി കാണാമായിരുന്നു.
ഷെഹല ഓടിച്ചെന്ന് ബഷീറിനെ കെട്ടിപ്പിടിച്ചു. ഖദീജുമ്മയും ആമിനത്താത്തയും അവിടെ ഉണ്ടെന്നുള്ളത് അവൾ മറന്നു. ബഷീർ പതുക്കെ അവളുടെ മുഖം പിടിച്ചുയർത്തി ചെവിയിൽ പറഞ്ഞു, എടി പെണ്ണെ, ചുറ്റും ആള് നിൽക്കുന്ന കാണാനില്ല എനിക്ക്. അപ്പോഴാണ് അവൾ മറ്റുള്ളവരെ ശ്രദ്ധിച്ചത്. പെട്ടെന്ന് എന്നെ കണ്ടപ്പോൾ അവൾ ഞാനും അവളും മാത്രമായിട്ടുള്ളൊരു ലോകമാണ് ആലോചിച്ചത്. എന്നാലും എൻ്റെ ബഷീർക്ക, ഇങ്ങക്കൊരു വാക്ക് പറയുന്നില്ലേ? ഞാൻ ഇന്നലെയും കൂടി നിങ്ങളോട് ചോദിച്ചതല്ലേ എന്നാ വരുന്നേന്ന്. ഭക്ഷണമൊന്നുമില്ലാണ്ട് ഇത്രയും നേരം പുറത്തിരിക്കേണ്ടി വന്നില്ലേ? അവൾ സങ്കടത്തോടെ പറഞ്ഞു. അത് സാരല്ലടി, വയറ് നിറയെ ഈ നിൽക്കുന്നവർ എനിക്ക് തന്നിട്ടുണ്ട്. എന്ത്? അവൾ അതിശയത്തോടെ ചോദിച്ചു. ആ, അതൊക്കെ ഉണ്ട്. അപ്പം എന്നാ എൻ്റെ ഒളിച്ചോടിപ്പോയ ഭാര്യ തിരികെ വന്ന നിലക്ക് നിങ്ങൾക്ക് രണ്ടാൾക്കും സമാധാനായില്ലേ? ഒളിച്ചോടിപ്പോകേ? ആരാ ഒളിച്ചോടിപ്പോയതുക്കാ? ബഷീർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ തന്നെ, അല്ലാണ്ട് ആരാ? അല്ലാ, ഞാൻ നിങ്ങളമ്മാനെ ഡോക്ടറെ കാണിക്കാൻ പോയതല്ലായിരുന്നുക്കാ. ഉമ്മയെ തറവാട്ടിലാക്കി തിരിച്ചു പോരുമ്പോൾ എന്തോ ഒരു ജാഥ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് റോഡ് മൊത്തം ബ്ലോക്ക് ആയിരുന്നു. മൊത്തം ആൾക്കാരായിരുന്നു. ഖദീജുമ്മയും ആമിനത്താത്തയും പതുക്കെ ഗേറ്റ് തുറന്ന് മുങ്ങാനുള്ള പുറപ്പാടിലായിരുന്നു. അതെ, നിങ്ങൾ രണ്ടാളൊന്ന് നിന്നാ. പോകുന്നതിന് മുമ്പായിട്ടേ എനിക്ക് ഫ്രീ ആയിട്ട് കുറച്ച് ഉപദേശം തരാനാ. ഒന്ന്, ഈ മറ്റുള്ളവരുടെ ഭാര്യ സാരി ഇടണോ, പർദ്ദ ഇടണോ, ചുരിദാർ ഇടണോ, ഇതൊക്കെ തീരുമാനിക്കേണ്ടതേ ഇങ്ങളെപ്പോലുള്ളവരല്ല. അത് ഇടണ്ടാന്ന് പറയാൻ അവരുടെ ഭർത്താക്കന്മാർക്കും അധികാരമല്ല. ഒരു പരിധിയിൽ കവിഞ്ഞ് അവരുടെ സ്വാതന്ത്ര്യത്തിൽ തലടാണ്ടിരിക്കുക. 2, എൻ്റെ ഭാര്യയ്ക്ക് കുറച്ചൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കാറുണ്ടെന്ന് അന്തസ്സോടെ പറയുന്ന ഭർത്താക്കന്മാരാവും ഇങ്ങളേത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. സ്ത്രീകളുടെ സ്വാതന്ത്ര്യം ആണുങ്ങളെ കയ്യിൽ വെച്ചിട്ട് തോന്നുമ്പോൾ എടുത്തു കൊടുക്കേണ്ടതല്ല. ഇതൊരു വസ്തു ഒന്നല്ല എടുത്ത് സമയത്തിന് കൊടുക്കാൻ. പെണ്ണുങ്ങളും ആണുങ്ങളെപ്പോലെ ഒരു വ്യക്തിത്വമുള്ള ആൾക്കാരാണ്, അല്ലാണ്ട് ഭർത്താക്കന്മാരെ അടിമയല്ല ഓരോ ഭാര്യമാരും. ബഷീർ പതുക്കെ അവരെ പുറത്താക്കി ഗേറ്റ് അടച്ചുകൊണ്ട് പറഞ്ഞു. പെണ്ണുങ്ങളൊന്ന് ഫോണ് വിളിച്ചാലും, ഒന്ന് അപ്പുറത്ത് നിന്ന് കുറുകുറു പറഞ്ഞാലും, ഒന്ന് വസ്ത്രം മാറ്റിയാലും അതൊക്കെ നിങ്ങൾക്ക് അവിഹിത. ഇങ്ങളുടെ ഭർത്താക്കന്മാരൊക്കെ നിങ്ങളോട് അങ്ങനെ ഇരിക്കും. പക്ഷേ ഞാൻ ഇവളോട് അങ്ങനെയല്ല. എനിക്കെൻ്റെ ഭാര്യനെ നല്ല വിശ്വാസമുണ്ട്. എനിക്കെല്ലാമാണ് ഷെഹല. അല്ലടി പെണ്ണെ. ബഷീർ അവളെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അടിവരയിട്ട് ചോദിച്ചു. അതിലെന്തപ്പോ സംശയം? എനിക്കത് നന്നായിട്ടറിയാം. എനിക്കതിലൊരു സംശയമല്ല അല്ലേക്കാ? അവൾ ബഷീറിൻ്റെ കയ്യിൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ തൂങ്ങിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഓഹോ, നീ ഇപ്പോൾ ഫിലോസഫിയൊക്കെ പറയുന്നുണ്ടല്ലോ. പിന്നെ പറയാണ്ടിരിക്കൊക്ക, നിങ്ങളെ കൂടെ അല്ലേ ജീവിക്കണേ. അതൊക്കെ നിങ്ങൾ ആലോചിക്കണ്ടേ? ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കുമെന്നാണല്ലോ. അതെ, 2 വർഷത്തെ കാത്തിരിപ്പാണ്. നമുക്ക് കുറേ സംസാരിക്കാണ്ട്. വായോ. ഗൾഫിൽ ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാരുടെ ഭാര്യമാരെക്കുറിച്ച് അപവാദം പറയുന്നത് ചിലർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. ചിലവർ അതിലാണ് ആത്മസംതൃപ്തി കണ്ടെത്തുന്നത്. ഇത്തരക്കാരുടെ ചതിക്കുഴിയിൽ വീണുപോകാതെ സൂക്ഷിക്കുക. സ്വന്തം ഭാര്യയെ സ്നേഹിച്ച് മനസ്സിലാക്കി കഴിയുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. അതിലൊരാളാണ് നമ്മളുടെ കഥാനായകൻ ബഷീർ.